പശ്ചിമബംഗാളിലെ ആദ്യ ബി.ജെ.പി. മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബി.ജെ.പി. നിയമസഭാ കക്ഷി യോഗത്തിൽ ഐക്യകണ്ഠേനയാണ് തീരുമാനം. നാളെ രാവിലെ 10 മണിക്ക് കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിലാണ് സത്യപ്രതിജ്ഞ. നിയമസഭാ കക്ഷി യോഗത്തിലെത്തിയ എംഎൽഎമാരെല്ലാം ഒരൊറ്റ പേര് മുന്നോട്ട് വെച്ചു. തൃണമൂൽ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ നയിച്ച മമതാ ബാനർജിയെ ഭവാനിപ്പൂരിൽ തോൽപ്പിച്ച സുവേന്ദു അധികാരി. കേന്ദ്ര നിരീക്ഷകനായി എത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തീരുമാനം പ്രഖ്യാപിച്ചു. ഒരു കാലത്ത് മമതയുടെ വിശ്വസ്തനായിരുന്ന സുവേന്ദു ഇത്തവണ മമതയെ തോൽപ്പിച്ച് മുഖ്യമന്ത്രി പദത്തിലേക്ക്. 2020-ലാണ് തൃണമൂൽ വിട്ട് ബി.ജെ.പിയിലേക്ക് എത്തുന്നത്. തൊട്ടടുത്ത വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ മമതയെ അട്ടിമറിച്ചു. തീവ്ര ഹിന്ദുത്വ നിലപാട് പരസ്യമായി പറയുന്ന നേതാവാണ് സുവേന്ദു. ഇത്തവണ SIR-നൊപ്പം ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ബി.ജെ.പിക്ക് മേൽക്കൈ സമ്മാനിക്കുകയും ചെയ്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നാളെ രാവിലെ 10 മണിയോടെയാണ് ചടങ്ങ്. പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തും. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിനെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിലെ നിയമസഭയെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഗവർണർ ഇന്നലെ പിരിച്ചുവിട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാത്ത മമതാ ബാനർജി ഇതുവരെ ലോക്ഭവനിലേക്ക് എത്തുകയോ രാജി സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ബംഗാൾ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ യുഗത്തിന് സുവേന്ദു അധികാരിയിലൂടെ ബി.ജെ.പി. തുടക്കമിടുകയാണ്. ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി യോഗം നടന്ന വിശ്വബംഗ്ല കൺവെൻഷൻ സെന്ററിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർത്തിയാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.